മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീട്ടിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ട് കാലത്ത് ആൾക്കാർ കല്യാണങ്ങൾ അതുപോലുള്ള പരിപാടികൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു തൊടുകറി, ഉള്ളിത്തീയില, അതായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അമ്മ അടുക്കളയിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിത്തീയലിനുള്ള ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞത് അവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇത് തേങ്ങായും മുളകും മഞ്ഞളും കൂടി വറുത്ത് അരയ്ക്കുന്നത്. വറുത്തരച്ച് ഉള്ളിത്തീയലാണിത്. പഴയ കാലത്തെ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത്? അത് ഈ തേങ്ങയും മുളകും മഞ്ഞളും കൂടി വറുത്ത് ശരിക്കും അമ്മിക്കല്ല്, അത് അരകല്ലെന്നൊക്കെ പറയും. അമ്മിക്കല്ല്, അതിലാണ് അരയ്ക്കേണ്ടത്. ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുള്ളൂ. പക്ഷെ നമുക്ക് നല്ല സൗകര്യം ഇല്ലാത്ത കാരണം മിക്സിയിൽ അരയ്ക്കും. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം ഈ ഉള്ളിയും തേങ്ങയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കടുക് പൊട്ടിച്ച് അതിലിട്ട് വഴറ്റി നല്ലപോലെ വരുന്നു കഴിയുമ്പോൾ ഈ അരപ്പ് അതിൽ ചേർത്തിട്ട് ലേശം പുളി പിഴിഞ്ഞൊഴിക്കണം. റെഡിയായി. ചാറില്ലാതെ ചാറില്ല. അങ്ങനെ ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത് അതും പഴയ ആൾക്കാർ ഉണ്ടാക്കുന്നതാണോ? ഇതും പഴയ ആൾക്കാരാണ്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഇത് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി തേങ്ങയും കൂടെ അരിഞ്ഞു വെച്ചത് ചെറുള്ളിയാണ് കേട്ടോ. സവോള എടുക്കരുത് ഒരിക്കലും. ചെറുള്ളി കുഞ്ഞായിട്ട് നീളത്തിൽ അരിഞ്ഞതും തേങ്ങ അതുപോലെ തന്നെ കുത്തി നീളത്തിൽ അരിഞ്ഞതും കൂടി കൂട്ടി ഇത് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരപ്പ് ചേർക്കും. ലേശം പുളി പിഴിഞ്ഞ് വയ്ക്കും. അരപ്പി അരച്ചിട്ട് ലേശം പുളി പിഴിഞ്ഞ് വയ്ക്കും. നമ്മൾ അരച്ചെടുത്തോ? അത് അരച്ചെടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തത്. അപ്പം ഇനി ഉള്ളി ഒന്ന് പാകമായതിനു ശേഷം നമ്മൾ ഈ അരപ്പ് ചേർക്കുകയാണ്. ഇങ്ങനെ എല്ലാം അമ്മിക്കല്ലിലാണ് അരയ്ക്കേണ്ടത്. ശരിക്കും അമ്മിയില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ അരച്ചു. ശരിക്കും നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ അമ്മിക്കല്ലിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കതില്ലാത്തത് കൊണ്ട് നേരെ അതിൽ ചെയ്താലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അത് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതുപോലെ ഈ ചീഞ്ഞട്ടിയിലാണോ അത് ചട്ടിയിലാണോ വയ്ക്കുന്നത്? ചീഞ്ഞട്ടി ഉള്ളി വറക്കാനുള്ള സൗകര്യത്തിലാണ് ഞാൻ ഇതിലേക്ക് ആക്കിയത്. ചട്ടിയിൽ വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ വെക്കുന്ന ആ രീതിയിൽ നമ്മൾ ഇപ്പോൾ വെക്കുന്നത് മാത്രം. അങ്ങനെ ആ ഉള്ളി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുവന്ന കളറായിട്ടുണ്ട്. ഇനി ആ അരപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇനി എത്ര നേരം ഇരിക്കണത്? ഓക്കെ. ഇത് തൊടുകറി എന്നാണ് പറയുന്നത്. ആ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ ഉള്ളിത്തീയിൽ വെക്കുന്ന പോലെ തന്നെ ഇഞ്ചിയും വെക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 5 മിനിറ്റ് നമുക്കിങ്ങനെ വെക്കാം കേട്ടോ. നമുക്കടുത്ത് പുളി പിഴിഞ്ഞൊഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ വാളംപുളി പിഴിഞ്ഞത് ഒഴിക്കുകയാണ് കേട്ടോ അതിലേക്ക്. ഓക്കെ, അങ്ങോട്ട് ഒഴിച്ച് ഫുള്ള് മിക്സ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് വെള്ളം പറ്റണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഈ കാണുന്നത് എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഇനി വെള്ളം പറ്റിയത് എണ്ണ തെളിഞ്ഞ് വരും. എന്തായാലും നോക്കാം. ഇത് എണ്ണ ഒഴിച്ചല്ലെന്നാണ് പറയുന്നത്. നമ്മളെ തേങ്ങ വറുത്തരച്ചതിൻ്റെ ആ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതിൻ്റെ എണ്ണയാണ്.
നമ്മുടെ പണ്ട് കാലത്തൊക്കെ കല്യാണങ്ങൾക്ക് ഇലകളിൽ വിളമ്പിയിരുന്നൊരു ഐറ്റമാണ്. ഇപ്പോഴും വിളമ്പുന്നുണ്ട്, എന്നാലും കുറവാണ്. പിന്നെ ഇപ്പം എല്ലാം മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. പണ്ട് ഈ അരകല്ലയിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പറയുന്നത്. നമുക്ക് എന്തായാലും ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഇത് കഴിച്ചായിട്ട് പറയാം. റെഡിയോ? നമ്മുടെ ഉള്ളിത്തീയൽ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കിനി അടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, കറക്റ്റ് ആ വെള്ളമൊക്കെ വറ്റി ആ എണ്ണയൊക്കെ കറക്റ്റ് തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ തേങ്ങാക്കൊത്തൊക്കെ വരട്ടിയെടുത്തതിൻ്റെ എണ്ണയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പണ്ട് കാലത്തെ ആളുകൾ കല്യാണങ്ങൾ അതുപോലുള്ള ഫംഗ്ഷനുകൾക്കൊക്കെ തൊടുകറിയായിട്ട് ഉപയോഗിച്ചിരുന്നതാണല്ലോ. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി മിക്സിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അരകല്ലിലിട്ട് ആ ഒരു പ്രൊസീജിയറിനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഉള്ളിത്തീയൽ. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി ഉണ്ടാക്കാം, പാവയ്ക്ക അതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് അഭിപ്രായം പറയാം. ശരി, എടുത്തിട്ടൊന്ന് നോക്കാം. ഇതും സൂപ്പറായിട്ടുണ്ടോ? എന്തായാലും അടിപൊളി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ആ ഉള്ളിയും ഓരോ തേങ്ങാക്കൊത്തിൻ്റെയും ആ ഒരു മസാലകളുടെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റ് ചേരുവയാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. വീട്ടിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കി പതിവ് പോലെ തന്നെ അമ്മേനെ ഇങ്ങോട്ട് വിളിക്കാം. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു നമുക്ക് ഏതായാലും ഉണ്ടാക്കിയാണ് തന്നെ കഴിച്ചു നോക്കുന്നു. വാളമ്പുളിയൊക്കെ പിഴിഞ്ഞു വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ചേരുവകളെല്ലാം ചേർന്നതും പിന്നെ അതുപോലെ തേങ്ങക്കൊത്തൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും വീഡിയോ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് ഉണ്ടാക്കാത്തവർ മസ്റ്റ് ട്രൈ ആയിട്ട് വീട്ടിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കണം. ചെലവില്ലാത്ത സാധനമാണ്. അതന്നെ, കുറച്ചുള്ളി തേങ്ങ വറുത്തതും മുളകും മഞ്ഞൾപ്പൊടി മാത്രം മതി. അതെ, വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉള്ളിത്തീയലിൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ടാണോ അതിലേക്കും. ബൈ.